ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വ്യക്തിഹത്യയ്ക്ക് സംഘടിത നീക്കം. ഭൂമി ഇടപാട് വിവാദങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറെ വലിച്ചിഴയ്ക്കുന്നത് ശബരിമല കൊള്ള മറയ്ക്കാൻ. ഭൂമി ഇടപാട് നടന്നത് BPL-ഉം KADB-യും തമ്മിൽ. BPL-ന് ഭൂമി അനുവദിച്ചത് നിയമാനുസൃതമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, കഴിഞ്ഞ 2 ദിവസമായി സംഘടിതമായ ഒരു നീക്കം നടത്തുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കരിവാരിത്തേക്കാനുള്ള ഒരു ഗൂഢ നീക്കം നമ്മൾ കണ്ടു. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം പ്രജിത്ത് ഈ ഒരു പൊടുന്നനെയുള്ള നീക്കത്തിന് പിന്നിൽ? രാഖി, ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ സംഘടനകളും ഒക്കെ നടത്തിയ ഗൂഢാലോചന തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ചില കളങ്കിത പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. അത്തരം ചില മാധ്യമ സ്ഥാപനങ്ങളിലൂടെ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഇന്ത്യൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുള്ളതാണ്. എന്തായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും അത്തരമൊരു വാർത്തയാണ് പുറത്തു വന്നത് എന്നുള്ളതിൽ ആസൂത്രിതമായൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതിലൊന്നും തർക്കമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇതിൽ മറച്ചു പിടിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൂമി ഇടപാട് നടന്നത് BPL-ഉം KADB-യും തമ്മിലാണ് എന്നുള്ള കാര്യം കൃത്യമായി സംസാരിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ BPL-ന് ഭൂമി അനുവദിച്ചത് നിയമാനുസൃതമാണെന്ന സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ കൂടി, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഫൈൻഡിങ് പോലും അവഗണിച്ചുകൊണ്ട് അതിനെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നത് എന്നുള്ളത് നിൽക്കുന്നു. അങ്ങനെയുള്ള വസ്തുതകൾ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഭൂമി ഇടപാട് വിവാദങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനെ പലപ്പോഴും മനഃപൂർവ്വം ഒരു വലിച്ചിഴയ്ക്കുന്നതും അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താനുമുള്ള ഒരു നീക്കം നടത്തുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് നാളായി ഈ ശബരിമല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഫോർ ഫ്രണ്ടിലുള്ളത് BJP-യാണ്. ആ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച് സമരരംഗത്തുള്ളതും സമരമുഖത്തുള്ളതും BJP-യാണ്. BJP-യുടെ സെക്രട്ടേറിയറ്റിലെ രാപ്പകൽ ധർണയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങളായി ഹൈന്ദവ സംഘടനകളും BJP-യും ഒക്കെ സ്വർണ്ണക്കവർച്ചാ വിഷയങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുമ്പോൾ അത് പൊതുജനങ്ങളെ ആ നടന്നിട്ടുള്ള കവർച്ചയുടെ ആഴം ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ എഡ്ജിനെ ഇല്ലാതാക്കുക, അവിടെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് മാറി BJP-യുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലത്തെ നേതാവിനെ പറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം കൊണ്ടുവരികയും അത് ചർച്ചയാക്കി നിലനിർത്താനും ശ്രമിക്കുകയാണ് ഒരുപക്ഷം മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളും എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും അത്തരം പ്രചാരണങ്ങൾ നിലനിൽക്കുമോ എന്നുള്ളത് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇല്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്ന്, ഇത്തരത്തിൽ ഭൂമി ഇടപാട് നടന്നതാര് തമ്മിൽ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭൂമി ഇടപാടിന് പിന്നിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ആരോപണങ്ങളൊന്നെല്ലാം തെറ്റാണ് എന്നുള്ളത് പറയാൻ കഴിയും. എന്നാലും ഒരു പുകമറ സൃഷ്ടിക്കുക, ഇത്തരത്തിലൊരു ആരോപണം കൊണ്ടുവരിക, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുക, നമ്മൾ ഈ സത്യം ചെരുപ്പിടുമ്പോഴേക്ക് നൂറുകാതം സഞ്ചരിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇത്തരത്തിൽ ഈ പ്രചരണങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായും ചർച്ചകൾ വഴിതിരിച്ചു വിടുക, ഒരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോകുമ്പോൾ ഈ സ്വർണ്ണക്കവർച്ച പോലെയുള്ള ഒരു വിഷയത്തിൽ നിന്ന് ഫലപ്രദമായി കേരളത്തിലെ പല മാധ്യമങ്ങളും അതിനെ വഴിതിരിച്ച് ആ ചർച്ച അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഈ വിവാദങ്ങൾ കൊണ്ടുവന്നവർക്കറിയാം. അപ്പോൾ അത്തരം ചില ചർച്ചകൾ നടത്തുക, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിൽ നിന്ന് സർക്കാരിന്റെ മുഖം രക്ഷിക്കുക, അതിന് പിന്നിൽ അത്തരത്തിലുള്ളൊരു നീക്കമാണ്. ഇത്തരത്തിലൊരു ആസൂത്രിതമായിട്ടുള്ളൊരു മാധ്യമ രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമായി ഈ വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. രാഖി. ശരി പ്രജിത്ത്, ഈ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെയാണ് ഇപ്പോൾ ഒരു ഗൂഢ നീക്കം, അല്ലെങ്കിൽ സംഘടിത നീക്കം നടക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യയ്ക്കുള്ള ഒരു ശ്രമമാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കാണുന്നുണ്ട്. ഭൂമി ഇടപാട് വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴയ്ക്കുക എന്നുള്ളതാണ്. എന്തായാലും ശബരിമല കൊള്ള മറയ്ക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.